എന്തായിരുന്നു അന്ന് ഈ ജയിലിൽ കണ്ട കാഴ്ചകൾ? ജയിലിൽ കണ്ട കാഴ്ചകൾ വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. എന്തെന്ന് വെച്ചാൽ MDMA പോലുള്ള മാരക മയക്കുമരുന്ന് ജയിലിൽ എല്ലാ സെല്ലിലും സുലഭമായിട്ട്, ഞാൻ ആദ്യമായിട്ട് കഞ്ചാവ് കാണുന്ന ജയിലിൽ വെച്ചാണ്. വേറെ ഒന്നുമല്ല, ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ കഞ്ചാവും അതുപോലെ തന്നെ MDMAയും കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യം 3 ദിവസം വരുന്നുണ്ട് പുറത്തു നിന്ന്. അത് ടെൻഡർ കൊടുത്തിരിക്കുകയാണ്, വേറെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ മത്സ്യമൊക്കെ ശേഖരിക്കാൻ വിടുന്നത് തടവ് പുള്ളികളെയാണ്. അപ്പോൾ ഇവർ ഈ ഇറച്ചി പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം അങ്ങനെ കിട്ടുന്നുണ്ട്. അവർക്ക് ഈ മത്സ്യം കൊണ്ടുവരുമ്പോൾ ആരാണ് ഈ മത്സ്യത്തിൽ വെച്ചു കൊടുക്കുന്നത്? ഈ കൊണ്ടുവരുന്ന ആൾക്കാരുമായിട്ടുള്ള ടൈപ്പാണ്. എല്ലാം ഒരു ബിസിനസ്സാണ് ജയിലിൻ്റെ അകത്ത് നടക്കുന്നത്. കഞ്ചാവ്, അതുപോലെ ബ്രൗൺ ഷുഗർ, കഞ്ചാവ് ഓയിൽ, MDMA അതുപോലുള്ള മാരക മയക്കുമരുന്നുകൾ 1 തൊട്ട് 12 സെല്ലാണ് വിയൂർ സബ് ജയിലിലുള്ള. ഇതിൽ 1-ാം സെല്ല് ഒഴിച്ച് ബാക്കി എല്ലാ സെല്ലിലും കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വലിക്കാത്തവരെ പോലും വലിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവർ. ഗുണ്ടായിസം പോലെ തന്നെയാണ്. കാരണം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്കേയും കൂടെ നിർബന്ധിച്ച് വലിക്കുന്ന ഒരു പ്രവണത. അന്ന് ഈ ജയിലിൽ കണ്ട കാഴ്ചകൾ? ജയിലിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. എന്തെന്ന് വെച്ചാൽ MDMA പോലുള്ള മാരക മയക്കുമരുന്ന് ജയിലിൽ എല്ലാ സെല്ലിലും സുലഭമായിട്ട്, ഞാൻ ആദ്യമായിട്ട് കഞ്ചാവ് കാണുന്ന ജയിലിൽ വെച്ചാണ്. വേറെ ഒന്നുമല്ല, ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ കഞ്ചാവും അതുപോലെ തന്നെ MDMAയും കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യം 3 ദിവസം വരുന്നുണ്ട് പുറത്തു നിന്ന്. അത് ടെൻഡർ കൊടുത്തിരിക്കുകയാണ്, വേറെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ മത്സ്യമൊക്കെ ശേഖരിക്കാൻ വിടുന്നത് തടവ് പുള്ളികളെയാണ്. അപ്പോൾ ഇവർ ഈ ഇറച്ചി പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം അങ്ങനെ കിട്ടുന്നുണ്ട്. അവർക്ക് ഈ മത്സ്യം കൊണ്ടുവരുമ്പോൾ ആരാണ് ഈ മത്സ്യത്തിൽ വെച്ചു കൊടുക്കുന്നത്? ഈ കൊണ്ടുവരുന്ന ആൾക്കാരുമായിട്ടുള്ള ടൈപ്പാണ്. എല്ലാം ഒരു ബിസിനസ്സാണ് ജയിലിൻ്റെ അകത്ത് നടക്കുന്നത്. കഞ്ചാവ്, അതുപോലെ ബ്രൗൺ ഷുഗർ, കഞ്ചാവ് ഓയിൽ, MDMA അതുപോലുള്ള മാരക മയക്കുമരുന്നുകൾ 1 തൊട്ട് 12 സെല്ലാണ് വിയൂർ സബ് ജയിലിലുള്ള. ഇതിൽ 1-ാം സെല്ല് ഒഴിച്ച് ബാക്കി എല്ലാ സെല്ലിലും കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വലിക്കാത്തവരെ പോലും വലിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവർ. ഗുണ്ടായിസം പോലെ തന്നെയാണ്. കാരണം മറ്റുള്ളവർ